നേരത്തെ അവിടുത്തെ മഴക്കെടുതികളെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇപ്പോഴും കനത്ത മഴ തുടരുകയാണല്ലേ? തീർച്ചയായിട്ടും. ഞാനിപ്പോൾ നിൽക്കുന്നത് വാളറയിലാണ്. വാളറയിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങളാണ്. ഇവിടെ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് സമയം ഒന്ന് മാറി നിന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ മഴ മാറിയിരിക്കുന്നു. ആ കാണുന്നത് വാളറ വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടത്തിൽ നമുക്കറിയാം നേരത്തെ അവിടെ ഒരു ഡാമുണ്ട്. ആ ഡാം നിറഞ്ഞ് ഒഴുകി വരുന്ന വെള്ളമാണ്. അതായത് ആ ഡാമിൻ്റെ ചെറിയ ഡാമാണ്. ചെറിയൊരു തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുണ്ട്. ആ പദ്ധതി കഴിഞ്ഞ 6 മാസം മുമ്പാണ് കമ്മീഷൻ ചെയ്തത്. ആ സമയം മുതൽ ജനറേഷന് വേണ്ടി വെള്ളം കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷവും വെള്ളം പുറത്തേക്ക് ഒഴുകി വരുന്നതാണ് വാളറ വെള്ളച്ചാട്ടത്തിൽ കാണുന്നത്. അതോടൊപ്പം തന്നെ നിരവധി വിനോദസഞ്ചാരികൾ ഈ സമയത്തും ഇതുവഴിയൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇതിന് സമീപത്ത് മരം കടപുഴുകി വീഴുന്ന അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ മരം വെട്ടാൻ വനം വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുകയാണ്. ഇനിയിപ്പോൾ വൈകുന്നേരമാകുന്നു. രാത്രിയും വൈകുന്നേരങ്ങളിലുമാണ് കൂടുതൽ മഴ ശക്തി പ്രാപിക്കുന്നത്. ഈ സമയത്ത് മലയോര മേഖലയിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന പല സ്ഥലത്തും മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട്, ഗതാഗതം തടസ്സപ്പെടുന്നുണ്ട് ദിവിഷ്. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ശരിയാണ്. എന്തായാലും ഇടുക്കിയിലെ തത്സമയ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അവിടെ വളറ എന്ന സ്ഥലത്ത് കനത്ത മഴ തുടരുന്നു. ഇപ്പോഴും ആളുകളുടെ വലിയ തോതിലുള്ള സഞ്ചാരം ഇടുക്കിയിലേക്കുണ്ട് എന്നതാണ്. ഈ മഴയൊക്കെ കണക്കിലെടുത്ത്, അപകട സാധ്യത കണക്കിലെടുത്ത് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണം എന്ന നിർദ്ദേശമാണ് അധികൃതർ നമ്മളോട് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പങ്കുവയ്ക്കുന്നത്. എന്തായാലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നതാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. മഴ ശക്തമാകുമ്പോൾ പക്ഷേ വേണ്ട ജാഗ്രത നമ്മൾ പുലർത്തുകയും വേണം. ഇടുക്കിയിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. ജെയിൻ, ഇപ്പോൾ നേരത്തെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട്. ഈ ഇടുക്കിയിലെ വിനോദസഞ്ചാര മേഖലകളിൽ ഏതെങ്കിലും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടോ? പ്രത്യേകിച്ചും ഈ അവധിക്കാലം കഴിയുന്ന ഒരു പോക്കാണ്, കുറച്ച് ദിവസങ്ങൾ കൂടിയുള്ളൂ. അപ്പോൾ യാത്രകളൊക്കെ പോകാൻ പറ്റാത്തവർ ഈ അവസാന നിമിഷമെങ്കിലും പോകാമെന്ന് കരുതുന്ന ഒരു സമയത്താണ് മഴ കാലവർഷം നേരത്തെ എത്തി നമ്മളെ ചതിച്ചത്. ഏതെങ്കിലും വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നിയന്ത്രണങ്ങളുണ്ട് ദിവിഷ. അതായത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത്, അതോടൊപ്പം തന്നെ ഈ ഹൈഡൽ ടൂറിസവുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, അവയ്ക്കൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വലിയ കുന്നിൻ്റെയും മുകളിലേക്കൊക്കെ ട്രെക്കിങ്ങിനായി പോകുന്ന ആളുകളുണ്ട്. അത്തരം വിനോദസഞ്ചാര പദ്ധതികൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവെന്ന നിലയിൽ ഈ രാത്രി യാത്ര നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ ഈ മലയോര മേഖലയൊരു പ്രത്യേക ഭൂപ്രകൃതി പരിഗണിച്ചുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിലുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം പല സ്ഥലത്തും ഇതിനകം തന്നെ മരം വീണ് നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി ഗതാഗതമില്ലാത്ത സമയത്താണ് അതൊക്കെ സംഭവിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തങ്ങൾ ഒഴിവാകുന്നത്. പക്ഷേ ഇങ്ങനെ മഴ നിൽക്കുകയാണെങ്കിൽ പല സ്ഥലത്തും ആദ്യഘട്ടത്തിൽ മരം ഒടിഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾക്കാണ് സാധ്യത. പിന്നീട് മഴ തുടർന്നാൽ പല സ്ഥലത്തും മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഇത്തവണ വേനൽ മഴ നേരത്തെ കിട്ടിയതാണ്. അതുകൊണ്ട് തന്നെ മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ അപകട സാധ്യതയാണ് ഇത്തവണ ഉള്ളത്. ഒരു വേനൽ എന്ന് പറയുന്ന രീതിയിൽ ഒരു അവസ്ഥ ഇടുക്കി ജില്ലയെ സംബന്ധിച്ച് ഉണ്ടായില്ല. വൈകുന്നേരങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള വേനൽ മഴ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പല മേഖലകളും പെട്ടെന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതിനു പുറമെയാണ് റോഡ് നിർമ്മാണം. റോഡിൻ്റെ ഒരു വശം ഇടിച്ച് ആണ് വീതി കൂട്ടുന്നത്. അപ്പോൾ ആ ഭാഗത്തൊക്കെ പുതുതായി പാറ പൊട്ടിക്കുകയും മണ്ണിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ മണ്ണിടിയാനും സാധ്യതയുണ്ട്. കൂടാതെ എവിടെയെങ്കിലും ഈ രാത്രി കാലങ്ങളിലാണെങ്കിൽ ഇത്തരം ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെടാം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വാളറ പോലെയുള്ള അല്ലെങ്കിൽ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള ഭാഗത്ത് വനമേഖലയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ പെട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രി യാത്ര പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇന്നിപ്പോൾ ഒരു മരണമാണ് ജില്ലയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് മരം വീണുണ്ടായ അപകടമാണ്. ഇന്നലെയാണ് ഈ അപകടമുണ്ടായത്. ഇന്നലെ ഭർത്താവിൻ്റെ ഒപ്പം വിറക് ശേഖരിക്കാൻ പോയതാണ് പാമ്പാടുംപാറ എസ്റ്റേറ്റിലെ ഇതര സംസ്ഥാന തൊഴിലാളി സ്ത്രീ. അവരുടെ ദേഹത്തേക്ക് മരമുടിഞ്ഞ് വീഴുകയായിരുന്നു. ആ അപകടത്തിൽ അവർക്ക് പരിക്കേറ്റ് ആദ്യം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. അതിനുശേഷം തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അവിടെ വെച്ചിട്ടാണ് മരണം സംഭവിക്കുന്നത്. ഇതിന് പുറമെ പല വീടുകളുടെ മുകളിലേക്കും ഇതിനകം തന്നെ മരം ഒടിഞ്ഞു വീണിട്ടുണ്ട്. നെടുങ്കണ്ടത്തുണ്ടായിട്ടുണ്ട്, അതോടൊപ്പം തന്നെ രാജകുമാരിയിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ആളുകൾ കൃത്യസമയത്ത് അവിടെ നിന്ന് മാറിയത് കൊണ്ട് മാത്രം ഇപ്പോൾ ദുരന്തം ഒഴിവായി എന്ന് പറയേണ്ടി വരും. എല്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ 5 താലൂക്കുകളിലും
റവന്യൂ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ നമ്പറുകളൊക്കെ നമ്മൾ നേരത്തെ തന്നെ നൽകിയതാണ്. ഏതെങ്കിലും അടിയന്തര ഘട്ടമുണ്ടെങ്കിൽ ആ നമ്പറുകളിൽ ബന്ധപ്പെടാം. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തുറക്കേണ്ടി വരുന്ന ഒരു സമയമാണ്. അത്തരം സൗകര്യങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഇതിനു മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ മേഖലകളുണ്ട്, അതിന് സമീപത്ത് താമസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു അപകട സാധ്യത പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷേ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചിട്ടുണ്ട്. ശരി ശരി. ജെയിനാണ് ഇടുക്കിയിലെ വളറയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ച്. കനത്ത മഴ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ട്. വേണ്ട മുൻകരുതലുകൾ, പ്രത്യേകിച്ചും മലയോര മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രകൾ തൽക്കാലം ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന വിവരം കൂടിയാണ് ജെയിൻ എസ് രാജു പങ്കുവച്ചത്.